നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വീക്ഷണമില്ലായ്മയും സഹകരണ മേഖലയെ തകർക്കുകയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. സഹകരണ മേഖലയിലെ അമിത രാഷ്ട്രീയം തിരിച്ചടിയായെന്നും സോഷ്യൽ ഓഡിറ്റ് ശക്തമാക്കണമെന്നും എം.പി. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് നൽകുമെന്ന് മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. പദ്ധതിയുടെ ഭാഗമായി മണ്ഡലതല പട്ടയ അസംബ്ലി പട്ടാമ്പിയിൽ. പത്തിരിപ്പാലയിൽ മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു. പത്തിരിപ്പാല പേരൂർ നായർ വീട്ടുപടി കോളനിയിൽ തങ്കമണിയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കേരള കലാമണ്ഡലം വീണ്ടും ചരിത്രത്തിലേക്ക്. 68 ഗോത്രവിഭാഗം വിദ്യാർത്ഥികൾ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും ചിലങ്കയണിഞ്ഞു. അരങ്ങേറ്റം കുറിച്ചത് 4 ദിവസത്തെ നൃത്ത പരിശീലനത്തിന് ശേഷം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വീക്ഷണമില്ലായ്മയും സഹകരണ മേഖലയെ തകർക്കുകയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. സഹകരണ മേഖലയിലെ അമിത രാഷ്ട്രീയവൽക്കരണം തിരിച്ചടിയായി എന്നും സഹകരണ മേഖലയിൽ സോഷ്യൽ ഓഡിറ്റ് ശക്തമാക്കണമെന്നും എം.പി. പറഞ്ഞു. MPKCEF ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.പി. കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ അധികാരം വന്നപ്പോൾ ഒക്കെ എപ്പോഴും സഹകരണ മേഖലയെ ചേർത്ത് പിടിച്ച് ഏറ്റവും ജനാധിപത്യ ജനകീയ സംവിധാനമാക്കി നമ്മുടെ സഹകരണ മേഖലയെ മാറ്റിയത് UDFന്റെ ഭരണകാലത്താണ്. ഇതിൻ്റെ മേൽക്കോയ്മയൊക്കെ അവകാശപ്പെട്ട് പലരും വരും. പക്ഷേ ഇവർ അധികാരത്തിൽ വരുമ്പോൾ മുഴുവൻ സഹകരണ മേഖല ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട കാലമാണ്. ഈ കഴിഞ്ഞ 9 വർഷക്കാലം സഹകരണ മേഖലയെ തിരിഞ്ഞു കുത്തിയത് മുഴുവൻ ആരാണ്? ഇതിനെ നയിക്കുന്നവരും ഇതിനെ നിയന്ത്രിക്കുന്നവരുമായിട്ടുള്ള ആളുകളുടെ ഏറ്റവും അവിഹിതമായിട്ടുള്ള ഇടപെടലുകളും ഇതിനെ ജനാധിപത്യ വിരുദ്ധമായി നിയമവിരുദ്ധമായി കൈകാര്യം ചെയ്തവരുടെ വിഴുപ്പലക്കലുമാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്. സഹകരണ മേഖലയിലെ അമിത രാഷ്ട്രീയവൽക്കരണം മേഖലയ്ക്ക് തിരിച്ചടിയായി. സഹകരണ മേഖലയിലെ അഴിമതികൾ തുടർച്ചയായി പുറത്തുവരുന്നത് ജനവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. ജനവിശ്വാസം വീണ്ടെടുത്ത് സാമൂഹിക പുരോഗതിക്കായി കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കണം. സഹകരണ മേഖല രാജ്യത്തിൻ്റെ കരുത്താണെന്നും എം.പി. പറഞ്ഞു. പ്രസിഡന്റ് C. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C. മോഹനൻ, KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, V. രാമചന്ദ്രൻ, ED സാബു, KP സുരേഷ് കുമാർ, സഞ്ജയൻ, മുണ്ടൂർ രാമകൃഷ്ണൻ, TD മോളി, S. കേശവദാസ്, P. സുരേഷ് ബാബു, പ്രിയകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി നിയോജക മണ്ഡലതല പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചു. മണ്ഡലത്തിലെ എല്ലാവർക്കും ഭൂമിയും വീടും അർഹതയുള്ളവർക്ക് പട്ടയവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പട്ടയ അസംബ്ലി മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലത്തിലെ എല്ലാവർക്കും സ്വന്തമായി ഭൂമിയും വീടും ഉറപ്പാക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ എം.എൽ.എ. പറഞ്ഞു. ഓരോ വാർഡിലെയും പട്ടയം ലഭിക്കാൻ അർഹതയുള്ളവരുടെ വിവരം ശേഖരിക്കുന്നതിനും അവർക്ക് പട്ടയം ലഭിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി എത്രയും വേഗത്തിൽ അവർക്ക് പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള സ്വതന്ത്ര നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനമായി. എല്ലാ പട്ടയങ്ങളടക്കം നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടാമ്പിയിലും അതുപോലെ ഒറ്റപ്പാലത്തും ആയിട്ട് പട്ടാമ്പി താലൂക്കിൽ 4973 പട്ടയങ്ങൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് 2020 ശേഷം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2016 പട്ടയത്തിന് ഒരപേക്ഷ അന്ന് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് 2007 ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളാണ് അവിടെ എടുത്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും വർഷങ്ങൾ പുറകിലായിരുന്നു അപേക്ഷകൾ കെട്ടിക്കിടന്ന് അത് പടിപടിയായി ലാൻഡ് ട്രൈബ്യൂണലിൽ പ്രത്യേക സംവിധാനങ്ങൾ വന്ന് പടിപടിയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട് ഇപ്പോൾ താരതമ്യേന മാസങ്ങൾ കൊണ്ട് അതൊരു വർഷമായി കുറഞ്ഞു. മുനിസിപ്പൽ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കോട്ടായി ചമ്പ്രക്കുളം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും വനിതാ സമാജ ഭരണസമിതി തിരഞ്ഞെടുപ്പും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. കരയോഗ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് ആലത്തൂർ ചിറ്റൂർ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് K. സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പറഞ്ഞ 45 കൊല്ലമായി ഞാൻ ഈ കരയോഗത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ ഒരു മന്ദിരം ഉണ്ടാക്കുവാൻ ഇപ്പോഴത്തെ ഭരണസമിതിയോട് എല്ലാവിധ ആനുകൂല്യങ്ങളും ആശീർവാദവും കൂടെ ഇവിടെ ഒരു മന്ദിരം സ്ഥാപിക്കുവാൻ സാധിച്ചു.
ഇത് നമ്മുടെ ഒരു വീട് മാതിരി തന്നെയാണ്. ഇപ്പൊ താലൂക്ക് യൂണിയനിൽ ഞങ്ങൾ നമ്മുടെ പുതിയ ഭരണസമിതി ഏറ്റെടുത്തതിന് ശേഷം ഇപ്പോൾ 3 വർഷമായി ഞങ്ങളവിടെ പെരുമാറുന്നത് സഹോദരി സഹോദരന്മാരെ മാതിരി എല്ലാ കാര്യങ്ങളും സവിസ്തരം അന്യോന്യം പറഞ്ഞ് മനസ്സിലാക്കി സമുദായങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ എന്തൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. കരയോഗം പ്രസിഡന്റ് എം വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ വിനീഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കരയോഗം സെക്രട്ടറി MK വിജയൻ മാസ്റ്റർ വാർഷിക റിപ്പോർട്ടും വനിതാ സമാജം പ്രസിഡന്റ് സുനിത മുരളി വനിതാ സമാജം റിപ്പോർട്ടും ട്രഷറർ VP വേണുഗോപാൽ മേനോൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. SSLC +2 വിജയികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K സനൽകുമാറും സെക്രട്ടറി KK വിനീഷ് കുമാറും നിർവഹിച്ചു. പുതിയ വനിതാ ഭരണസമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ആലത്തൂർ ചിറ്റൂർ താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി KK വിനീഷ് കുമാറായിരുന്നു വരണാധികാരി. NSS യൂണിയൻ മെമ്പർ ജയപ്രകാശൻ, മേഖലാ കൺവീനർ U ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. കരയോഗം സെക്രട്ടറി MK വിജയൻ മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി K ജയപ്രകാശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വരവൂർ നിസാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും തൃശൂർ പൂങ്കുന്നം ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലിൻ്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ബാബു ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഉചിതമായ സമയത്താണ് ഉചിതമായ ഒരു പരിശോധന കൂടിയാണ് നേത്ര പരിശോധന എന്നതും വളരെ പ്രസക്തി ആർജിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പങ്കാളിത്തം 160 വീടാണ് സുരേന്ദ്രൻ പറഞ്ഞത്. 160 വീടുകളെയും ബന്ധിപ്പിക്കുന്ന, അവരെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണിയായി ഈ ഘടകത്തെ മാറ്റാൻ സാധിക്കണം. NRA ട്രഷറർ സുരേന്ദ്രൻ പാപ്പുള്ളി സ്വാഗതം പറഞ്ഞു. റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, ഡോക്ടർ ജിഷ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KR മോഹൻദാസ് നന്ദി പറഞ്ഞു. ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. വാണികുളം ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിലെ പുലാച്ചിത്രയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആശാദേവി അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പൂർത്തീകരിച്ചത്. ക്ഷീര കർഷകർക്ക് ഏറെ പ്രചോദനമാകുന്ന രീതിയിലാണ് മിൽമയുടെ പ്രവർത്തനമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. മിൽമ കേരള ഫെഡറേഷൻ ചെയർമാൻ KS മണിക്ക് ഓങ്ങല്ലൂരിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കഴിയുന്ന രീതിയിൽ സഹകരണ സംഘങ്ങൾക്കൊക്കെ തന്നെ കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും അവരെയൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. വിശദമായ പ്രസംഗത്തിലേക്ക് ഞാൻ മുതിരുകയല്ല. ക്ഷീരമേഖല, ആ മേഖലയ്ക്ക് കർഷകന്റെ നട്ടെല്ലായിട്ടാണ്. കർഷകന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പകർന്നുകൊണ്ട് വളരെ മാതൃകാമായ പ്രവർത്തനങ്ങളുമായാണ് മിൽമ മുന്നോട്ട് പോകുന്നത്. ഈ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ നൂതനമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട്, എന്നാൽ കർഷകനെ ബുദ്ധിമുട്ടിക്കാതെ പൊതുജനങ്ങൾക്ക് പാലിന്റെ വില വല്ലാതെ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോഴും അതിനെ മാനേജ് ചെയ്തുകൊണ്ട്, വല്ലാതെ വർദ്ധിപ്പിക്കാതെ തന്നെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു പ്രത്യേകമായ പ്രവർത്തനമാണ് പുതിയ ഭരണസമിതി എടുത്ത പ്രവർത്തനം. തീർച്ചയായിട്ടും മിൽമ കേരള ഫെഡറേഷൻ ചെയർമാൻ KS മണി, ഫെഡറേഷൻ ഡയറക്ടർ കോരൻ ഒങ്ങല്ലൂർ, മിൽമ മലബാർ മേഖല ഡയറക്ടർമാരായ K ചെന്താമര, S സനോജ് എന്നിവർക്കാണ് കേരള കാർഷിക സംഘം, ഓങ്ങല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം എന്നിവയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ സെൻട്രലിൽ സ്വീകരണം നൽകിയത്. മിൽമ ചെയർമാൻ KS മണി അടക്കമുള്ളവരെ ചടങ്ങിൽ MLA ഉപഹാരം നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. കഴിഞ്ഞ 5 വർഷം ചെയ്ത കർഷക ക്ഷേമ പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളുമാണ് വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞതെന്ന് യോഗത്തിൽ സംസാരിക്കവേ ചെയർമാൻ KS മണി പറഞ്ഞു. പാൽ ഉത്പാദനത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ. അപ്പൊ സംഘം പ്രസിഡന്റുമാർ ഏതൊക്കെയാണ്, പാലക്കാട് ജില്ലയിലെ എത്ര സംഘം പ്രസിഡന്റുമാരുണ്ട്, ഏതൊക്കെയാണ് രാഷ്ട്രീയമായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്നതെന്ന് കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലാണ്. അതിനേക്കാളും വലിയ തോതിൽ വോട്ട് കിട്ടി നമുക്ക് ഭൂരിപക്ഷം കൂടി കിട്ടിയതിൻ്റെ പ്രകടമായ കാരണം ഈ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലം നമുക്ക് ഭരണം ചരിത്രത്തിൽ ആദ്യമായി കിട്ടിയപ്പോൾ നമ്മൾ ചെയ്ത കർഷക ക്ഷേമ പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയാണ്. 2002
ആണ് ആദ്യമായിട്ട് മലബാർ മേഖലാ യൂണിയനിൽ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചത്. ചടങ്ങിൽ PM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. AM നാരായണൻ, C അച്യുതൻ, മാണിക്യൻ, U അജയ്കുമാർ, P നാരായണൻ, PP വിജയൻ, KT പുഷ്പലത, സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഗൃഹപ്രവേശം റംസാൻ ദിനത്തിലായിരുന്നതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രമായി പെരുന്നാൾ ഒരുക്കി മതമൈത്രിയുടെ സന്ദേശം നൽകുകയാണ് മണ്ണൂർ കിഴക്കുംപുറം പള്ളത്ത് വീട്ടിൽ റിട്ടയേർഡ് SI പ്രമോദും ഭാര്യ ഷീജയും. സ്ത്രീകളടക്കം 100-ലേറെ വരുന്ന മുസ്ലിം കുടുംബങ്ങളാണ് പെരുന്നാൾ വിരുന്നിൽ പങ്കെടുത്തത്. പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങ് 3-ാം തീയതിയായിരുന്നു. അന്ന് നോമ്പായിരുന്നതിനാൽ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളായിരുന്നു പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആയതിനാൽ ഞാൻ ഇന്ന് ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസം 26-ാം തീയതി നിശ്ചയിച്ചാണ് എല്ലാവരുടെ ഒഴിവിനനുസരിച്ചിട്ട് മുസ്ലിം സുഹൃത്തുക്കളെ മാത്രം ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ അവരെല്ലാവരെയും അടുത്തുള്ള മുസ്ലിം സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഞാനൊരു ചെറിയ സുഹൃത്തുക്കൾ നടത്താൻ തയ്യാറായിട്ടുള്ളതാണ്. പ്രമുഖ വ്യക്തികൾ, മാധ്യമപ്രവർത്തകർ, പള്ളി കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. മണ്ണൂർ കിഴക്കുംപുറം പള്ളി പ്രസിഡന്റ് സൈദാലി, VP ഇബ്രാഹിം, കൊട്ടക്കുന്ന പള്ളി പ്രസിഡന്റ് KP മൊയ്തീൻകുട്ടി, പൗരപ്രമുഖരായ ജമാൽ മണ്ണൂർ, ജബ്ബാർ മങ്കര, AVM റസാഖ്, SJN നജീബ്, പഞ്ചായത്ത് അംഗം ഷഫീഖ്, മുഹമ്മദ് പത്രിപ്പാല, റിട്ടയർഡ് SI G ജഗദീഷ്, മങ്കര CI പ്രതാപൻ എന്നിവരും പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. സംബന്ധിച്ചിടത്തോളം ഒരു മുൻഗണനയില്ലാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രമോദൻ. അദ്ദേഹം ദീർഘകാലം റിട്ടയർഡ് SIയും ഒരു പൊതുപ്രവർത്തകനും പൗരത്വ സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഒരു സർവ്വസമ്മതനായിട്ടുള്ള നമ്മുടെ പേരാഘോഷ കമ്മിറ്റികൾ, അമ്പല കമ്മിറ്റികൾ ഉൾപ്പെടെ നാട്ടിൽ എല്ലാ മേഖലകളിലും സർവ്വസമ്മതനായിട്ടുള്ള നമ്മുടെ പ്രമോദൻ. അദ്ദേഹം ഈ വീട് ഇരിക്കൽ ചടങ്ങ് വെച്ചത് നോമ്പിനാണ്. അപ്പോൾ അന്ന് തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ വരിക പോവുക, നിങ്ങൾക്ക് വേണ്ടി പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സംഗമം എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊരു വേറിട്ടൊരു സംഭവമായിട്ടാണ് നമുക്കൊക്കെ അനുഭവപ്പെടുന്നത്. കാരണം ഒരു ഫംഗ്ഷൻ ഓൾറെഡി കഴിഞ്ഞത് വീണ്ടും അദ്ദേഹത്തിൻ്റെ മുസ്ലിം സഹോദരങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം കാണിക്കുന്ന ഒരു മതമൈത്രി എന്ന് തന്നെ പറയാം. അദ്ദേഹം കാണിക്കുന്ന ആ സന്മനസ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നുള്ള ഒരു വ്യക്തിത്വമാണ്. കണ്ണൂരിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. ബിരിയാണി, ചപ്പാത്തി, പായസം എന്നിവയാണ് വിരുന്നിൽ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചരിത്ര നേട്ടവുമായി കേരള കലാമണ്ഡലം. ഗോത്രവിഭാഗത്തിലെ 68 പെൺകുട്ടികൾ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും അരങ്ങേറ്റം കുറിച്ചു. 4 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന നൃത്ത പഠനത്തിനൊടുവിലാണ് വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിച്ചത്. ചോട് 2025 സമാപനം കുറിച്ചത്. കേരള കലാമണ്ഡലവും സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് സെന്ററും സംയുക്തമായാണ് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അനുഭവാധിഷ്ഠിത പഠനം നൃത്തത്തിലൂടെ ചോട് 2025 വേനലവധി ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരളത്തിലെ വ്യത്യസ്ത ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള 68 പെൺകുട്ടികൾ ഈ ക്യാമ്പിലൂടെ ശാസ്ത്രീയ നൃത്തം പഠിച്ചു. മുഴുവൻ കുട്ടികൾക്കും കേരള കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RLV രാമകൃഷ്ണൻ മുൻകൈയെടുത്ത് പ്രശസ്ത നർത്തകിയും സാമൂഹ്യ പ്രവർത്തകയുമായ ചിത്ര സുകുമാരൻ്റെയും ജയലക്ഷ്മി ശ്രീധരൻ്റെയും സംയുക്താഭിമുഖ്യത്തിലുള്ള ചിത്ര ഫൗണ്ടേഷൻ സൗജന്യമായി ചിലങ്കകൾ നൽകി. കൂത്തമ്പലത്തിൽ നടന്ന സമാപനം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൂടി കലാമണ്ഡലം അതിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എൻ്റെ പദവി കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോവുകയാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കലാമണ്ഡലത്തിൻ്റെ പ്രൊഫൈൽ, കലാമണ്ഡലം പൂർണ്ണമായും അതിൻ്റെ ഒരു പൂർണ്ണമായൊരു ഉടമസ്ഥതയിലേക്ക്, കേരളത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒരു ചുവടുവെപ്പാണെന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ശ്രീ സതീഷ് കുമാർ പറഞ്ഞ മാതിരി വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കുന്ന ഒന്നാണ് എങ്ങനെ കലാമണ്ഡലം പുതിയ പുതിയ മേഖലകളിലേക്ക്, അതായത് പുതിയ ഓഡിയൻസിലേക്ക്, എൻ്റെ ഒരു സ്റ്റേക്ക് ഹോൾഡർ പങ്കാളികളിലേക്ക് എങ്ങനെ കടന്നു ചെല്ലാം എന്നുള്ളത്. SCERT റിസർച്ച് ഓഫീസർ K സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മഹിളാ സമഖ്യ സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസർ L രമാദേവി മുഖ്യപ്രഭാഷണം നടത്തി. കേരള കലാമണ്ഡലത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RLV രാമകൃഷ്ണൻ, കലാമണ്ഡലം അച്യുതാനന്ദൻ എന്നിവർ സംസാരിച്ചു. കലാമണ്ഡലം ഡോക്ടർ രജിത രവി സ്വാഗതവും SCERT സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസർ ബേബി മോൾ നന്ദിയും പറഞ്ഞു.
തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പത്തിരിപ്പാല പേരൂരിൽ മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു. പേരൂർ പെരുമ്പറയിൽ നായർ വീട്ടുപടി കോളനിയിൽ തങ്കമണിയുടെ വീടാണ് തകർന്നത്. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. സംഭവ സമയം തങ്കമണിയും മകളും പേരക്കുട്ടിയും വീടിനകത്ത് ഭക്ഷണം കഴിക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. 40 വർഷം പഴക്കം ചെന്ന മൺചുമർ വീടാണിത്. തങ്കമണിയുടെ ഭർത്താവ് രാമചന്ദ്രൻ കോവിഡ് കാലത്ത് മരിച്ചിരുന്നു. ഇതോടെ തങ്കമണി വീട്ടിൽ തനിച്ചാണ് താമസം. അന്തിയുറങ്ങാൻ ഇടമില്ലാതെ ദുരിതത്തിലായി തങ്കമണി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോൾ കുട്ടി ഞങ്ങളെല്ലാവരും കൂടി എണിച്ച് ഓടി അപ്പുറത്തേക്ക് ഓടി നോക്കിയപ്പോൾ പെര ഒന്നിച്ച് വീണ് നോക്കിയപ്പോൾ പിന്നെ എവിടെ ഇല്ല ബാക്കി. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. അത് അവിടെ എല്ലാം കിടക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പഞ്ചായത്തും ജില്ലാ കളക്ടറും ഇടപെട്ട് ഇവർക്ക് അന്തിയുറങ്ങാൻ കിടപ്പാടം അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. അധികൃതർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് തങ്കമണി. വില്ലേജ് അധികൃതർ വീട് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചതുപ്പിൽ അകപ്പെട്ട പശുവിനെ രക്ഷകരായി ഹരിതകർമ്മസേന അംഗങ്ങൾ. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ഹരിതകർമ്മസേനയാണ് മരണഭീതിയിൽ നിന്ന് മിണ്ടാപ്രാണിയുടെ ജീവൻ കാത്തത്. മരണഭീതിയിൽ നിന്ന് മിണ്ടാപ്രാണിയുടെ ജീവൻ കാത്ത സന്തോഷത്തിലാണ് ഇവർ. ശനിയാഴ്ച വൈകിട്ടാണ് പെരിങ്ങോട്ടുകുറിശ്ശി ശ്മശാനത്തിന് സമീപം പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന MCF-ൽ ജോലി ചെയ്തിരുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ പശുവിന്റെ കരച്ചിൽ കേട്ടത്. എന്തോ അപകടം പറ്റിയതാണെന്ന് അറിഞ്ഞ് പുറത്തുവന്ന് നോക്കിയപ്പോഴാണ് ചതുപ്പിൽ കുഴിയിൽ വീണ് കിടക്കുന്ന പശുവിനെ കണ്ടത്. ഹരിതസേനാംഗങ്ങളായ വിജയകുമാരി, ഉഷ, ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ പശുവിനെ വലിച്ച് കരകയറ്റി. ഒടുവങ്കാട് അനന്തൻ എന്നയാളുടെ പശുവായിരുന്നു അത്. അനന്തനും ഇവരോടൊപ്പം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ നയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വീക്ഷണമില്ലായ്മയും സഹകരണ മേഖലയെ തകർക്കുകയാണെന്ന് VK ശ്രീകണ്ഠൻ MP. സഹകരണ മേഖലയിലെ അമിത രാഷ്ട്രീയം തിരിച്ചടിയായെന്നും സോഷ്യൽ ഓഡിറ്റ് ശക്തമാക്കണമെന്നും MP. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് നൽകുമെന്ന് മുഹമ്മദ് മൊഹസിൻ MLA. പദ്ധതിയുടെ ഭാഗമായി മണ്ഡലതല പട്ടയ അസംബ്ലി പട്ടാമ്പിയിൽ. പത്തിരിപ്പാലയിൽ മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു. പത്തിരിപ്പാല പേരൂർ നായർ വീട്ടുപടി കോളനിയിൽ തങ്കമണിയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കേരള കലാമണ്ഡലം വീണ്ടും ചരിത്രത്തിലേക്ക്. 68 ഗോത്രവിഭാഗം വിദ്യാർത്ഥികൾ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും ചിലങ്കയണിഞ്ഞു. അരങ്ങേറ്റം കുറിച്ചത് 4 ദിവസത്തെ നൃത്ത പരിശീലനത്തിന് ശേഷം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.